ക്വസ്റ്റ്യൻ നമ്പർ 5. ഇടതുവശത്ത് മാർജിനിൽ എഴുതണം. വർക്ക് ബുക്കിലാണ് എഴുതേണ്ടത്. അതിൻ്റെ ഇടതുവശത്ത് മാർജിനിൽ എഴുതണം. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ്? 23ാമത്തെ ക്ലാസ്. 9 ഓഗസ്റ്റ് 2026 സൺഡേ. ഓൺലൈൻ ക്ലാസ്. പ്രസന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5. മെയിൻ ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് each of the following functions. Find the range of each of the following functions. ചോദ്യം എല്ലാവരും എഴുതിയോ? ഹലോ, ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, f of x equal 2 minus 3x, x element of R, x greater than 0. ചോദ്യം എല്ലാവരും എഴുതി കഴിഞ്ഞോ? ചോദ്യം എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇനി എല്ലാവരും പേന അടച്ച് ബുക്കിലോട്ട് വെക്കുക. ബുക്ക് അടച്ച് വെക്കുക. നമ്മുടെ ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ചോദ്യം ഇതാണ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ ഒന്ന് എഴുതുകയാണ്. ആർക്കെങ്കിലും പറയാമോ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്ന്? ഉത്തരം പറയാനുള്ളത് ഒന്നാമത്തെ വരിയിൽ തന്നെ കിടപ്പുണ്ട്. ഡൊമൈൻ വെറുതെ പറയരുത്. അവിടെ സ്ക്രീനിൽ ഒന്നാമത്തെ വരിയിൽ കിടപ്പുണ്ട് അതിൻ്റെ ഉത്തരം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തിലെ എക്സിന് സ്വീകരിക്കാവുന്ന വിലകളെയാണ്, അല്ലെങ്കിൽ ആ വിലകൾ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സിന് സ്വീകരിക്കാവുന്ന എന്താണ്? പോസിറ്റീവ്. അതിൻ്റെ കൂടെ കിടപ്പുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് എടുക്കുന്ന വില ആരേക്കാൾ വലുതാകണം? അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ എന്നതിനെ നമ്മൾ എങ്ങനെ എഴുതി വെക്കും? എങ്ങനെ എഴുതും? R പ്ലസ് ബ്രാക്കറ്റിൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ. ഇങ്ങനെ പോസിറ്റീവ് റിയൽ നമ്പർ വിലകൾ കൊടുക്കുമ്പോൾ ഫംഗ്ഷന് കിട്ടുന്ന വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എണ്ണുന്നില്ല. പേരാണ് എന്ത്? ഈ പോസിറ്റീവ് വിലകളൊക്കെ എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലകൾ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊള്ളാം. ഈ ഡൊമൈനിൽ റേഞ്ച്. അപ്പോൾ എന്തോ കണ്ടുപിടിക്കേണ്ടത്? റേഞ്ചാണ്. അപ്പോൾ നോക്കുക, നിങ്ങളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ 2 മൈനസ് 3x. അർത്ഥം പറയാമോ ആർക്കെങ്കിലും? എഫ് ഓഫ് എക്സ് ഈക്വൽ 2 മൈനസ് 3xൻ്റെ അർത്ഥം? ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ആ എലമെൻറ്റിനെ 3 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് അത് എത്രയിൽ നിന്ന് കുറയ്ക്കണം? 2ൽ നിന്ന് കുറയ്ക്കണം. ശ്രദ്ധിക്കാം,
ഈ എഫ് ഓഫ് എക്സിനെ അല്ലേ നമ്മൾ വൈ എന്ന് വിളിക്കുന്നേ? ആണോ? ഹലോ, എഫ് ഓഫ് എക്സിനെ ആണോ വൈ എന്ന് വിളിക്കുന്നേ? സമ്മതിക്കത്തില്ല. ഇവിടെ പിള്ളേരെ, എഫ് ഓഫ് എക്സിനെ ആണോ വൈ എന്ന് വിളിക്കുന്നേ? ആണ്. ഈ -3x ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു, ഈ വൈയെ ഞാൻ റൈറ്റിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓരോരുത്തരെയായിട്ട് പേര് വിളിക്കാം, അല്ലാതെ പണി നടക്കത്തില്ല. ആ, അപ്പോൾ ആദിദേവേ, ആദിദേവ, 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 ഇല്ല. ആ, അപ്പോൾ -3x ലെഫ്റ്റിൽ കൊണ്ടുവരിക, വൈയെ റൈറ്റിൽ കൊണ്ടുപോവുക. ഒന്ന് പറഞ്ഞാട്ടെ. ആ, 2 - y. ഓക്കെ. ആദിനാഥേ, ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ വില ഒന്ന് പറയാമോ? ഉം. 2 - y ഡിവൈഡഡ് ബൈ 3. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? താങ്കൾക്ക് ഇതിലെവിടെയാണ് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം. അയ്യോ, അത് വരുന്നതല്ല, അത് ക്വസ്റ്റ്യനകത്തിലുള്ളതാ. അയ്യോ, താഴോട്ട് വരുന്നില്ല. 2 - 3x എന്നുള്ളത് ക്വസ്റ്റ്യനകത്തിലുള്ളതാ. എഫ് ഓഫ് എക്സിന്റെ വിലയാണത്. ആ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്തോട്ട് വൈ എന്ന് എഴുതി, y = 2 - 3x. അതിവിടെ കിട്ടിയോ? അതിനകത്ത് നിന്ന് ആർക്കൊരു വില കണ്ടുപിടിക്കുക? എക്സിനൊരു വില കണ്ടുപിടിക്കുക. അപ്പം -3x ലെഫ്റ്റിലോട്ടും കൊണ്ടുവന്ന് വൈയെ റൈറ്റിലോട്ടും കൊണ്ടുപോയി. -3x ലെഫ്റ്റിൽ വന്നാൽ ഓക്കെ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് ആർക്കൊരു വില കണ്ടുപിടിച്ചു? മിണ്ടുന്നില്ല സുഹൃത്തുക്കളെ. എക്സിനൊരു വില കണ്ടു. ഇനി എല്ലാവരും കൂടെ നോക്കിക്കേ. ചോദ്യത്തിൽ പറയുന്നുണ്ട് എക്സിൻ്റെ വില ആരേക്കാൾ വലുതാണ്? ഹലോ, 0യേക്കാൾ വലുതാണ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അഭയദേവേ, നമുക്ക് കിട്ടിയ എക്സിൻ്റെ വില എന്ന് പറഞ്ഞ അഭയദേവേ. by 3 ഗ്രേറ്റർ ദാൻ 0. ഇനി ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഇത് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്ന പാഠത്തിലെ ഒരു പരിപാടിയാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട. ഇത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ലീനിയർ ഇന്നിക്വാളിറ്റി ആയിരിക്കും. ആ പാഠമാകുമ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ക്ലിയർ ആവും. ശ്രദ്ധിക്കുക. ഈ ഡിനോമിനേറ്ററിൽ ഒരു 3 കിടപ്പുണ്ട്. ഈ 3 ഇവിടെ നിന്ന് പോകാൻ എന്ത് ചെയ്യണം അഭിനവ് കൃഷ്ണ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആ 3 കൊണ്ട് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു അഭിനവേ? ഈ LHSൽ 3 കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പം ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 പോകണമെങ്കിൽ എന്താ മാർഗം? 3 വേണ്ട, ഒരു 3 കൊണ്ടങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? 3യും അപ്പോൾ ഒരിടത്ത് മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? മിണ്ടുന്നില്ല. ഇല്ല. രണ്ട് ഈ 3യും കൂടെ കട്ടായി പോകും. അപ്പോൾ എന്താ കിട്ടും? 2 - y ഗ്രേറ്റർ ദാൻ എന്തോ ഒരു അഭിനവേ ബാക്കി പറഞ്ഞാട്ടെ. 2 - y ഗ്രേറ്റർ ദാൻ
3 ഇൻറ്റു 0 എത്ര? 3 ഇൻറ്റു 0 എത്ര? 0. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അഭിനവേ, അഭിനവ് കൃഷ്ണയല്ല, വെറും അഭിനവ് എസ്. ഓക്കെ, ഞാൻ ഈ മൈനസ് വൈയെ ഇപ്പുറത്ത് കൊണ്ടുവരും. പറഞ്ഞാട്ടെ, മൈനസ് വൈയെ റൈറ്റിലോട്ട് കൊണ്ടുവന്നാൽ 2 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ വൈ. എന്ന് വെച്ചാൽ വൈ. അപ്പം തിരിച്ചെഴുതിയാൽ വൈ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കാം. ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇപ്പോൾ വരച്ചേക്കുന്ന ആളിനെ അറിയോ? ഹലോ, ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്ന ആളിനെ അറിയാമോ? 9ലും 10ലും ഒക്കെ പഠിച്ച നമ്പർ ലൈനാണ്. നമ്പർ ഇവിടെ മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ മാർക്ക് ചെയ്യുന്നു. വൈയുടെ വിലകൾ എത്രനേക്കാൾ ചെറുതാകണം? അഭിനവനോടാ ചോദ്യം, അഭിനവ് എസിനോട്. വൈയുടെ വിലകൾ എത്രനേക്കാൾ ചെറുതാകണം? ഈ 2നേക്കാൾ ചെറിയ നമ്പറുകൾ നമ്പർ ലൈനിൽ 2ന്റെ ലെഫ്റ്റിലാണോ വരുന്നത്, 2ന്റെ റൈറ്റിലാണോ വരുന്നത്? ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ എവിടെ മുതൽ? ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ എവിടെ മുതലാ? അല്ല, 2ന്റെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ അത് എവിടെ തുടങ്ങും അറിയോ? അല്ല, നമ്പർ ലൈനിന്റെ ഇടത്തെ അറ്റം ആരാന്നറിയാമോ? മൈനസ് ഇൻഫിനിറ്റി. ആരാണ്? മൈനസ് ഇൻഫിനിറ്റി 2. ഇത് വായിക്കുന്നത് ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 2 എന്നാ. എങ്ങനെ വായിക്കുന്നേ? ഓപ്പൺ ഇന്റർവെൽ ഇൻഫിനിറ്റി 2. ഈ ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞാൽ അർത്ഥം മൈനസ് ഇൻഫിനിറ്റിക്കും 2വിനും ഇടയ്ക്കുള്ള എല്ലാ വിലകളും ചേരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഹലോ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നുകൂടെ, മൈനസ് ഇൻഫിനിറ്റിക്കും 2വിനും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പർ വാല്യൂസും ചേരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായാലും ചോദിക്കാം. അടുത്ത രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, ഇനി എല്ലാവരും പേനയൊക്കെ താത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ആദ്യത്തെ നെസ്സോണി ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട്. ആദിത്യ, ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തോ ആദിത്യ? അത് സാധാരണയുള്ള അർത്ഥം. നമ്മളിത് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞൊരർത്ഥം, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ മുകളിൽ
ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ഉത്തരവെന്ന് പറയുന്നത് ആ എലമെന്റിന്റെ സ്ക്വയറിനോട് കൂടി 2 കൂട്ടുന്നതാണ്. എക്സ് എന്ത് നമ്പരാണെന്ന് പറയുന്നുണ്ട്? ഉണ്ടെന്നില്ല. ഓക്കെ. അപ്പം അങ്ങനാണെങ്കിൽ ചോദിച്ചിട്ടില്ല. എന്നാലും അഭയദേവേ, ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്തായിരിക്കും അഭയദേവിന്റെ അഭിപ്രായത്തിൽ? ഡൊമെയിൻ അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് എന്ത് വിലകളായി എടുക്കുന്നതെന്നുള്ളത്. റിയൽ നമ്പർ. അപ്പൊ ഡൊമെയിൻ ഈക്വൽ ആർ. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡൊമെയിൻ എഴുതിയാൽ ആർക്കെങ്കിലും സംശയം ഇല്ല. ഇനി നമ്മളൊരു കോളം വരയ്ക്കാൻ പോവാണ്. എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിയിരിക്കുക. എക്സും എഫ് ഓഫ് എക്സോട് ഉൾപ്പെടുന്ന ഒരു കോളമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എക്സും എഫ് ഓഫ് എക്സും ഉൾപ്പെടുന്ന ഒരു കോളമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ. ഞാൻ ഈ എക്സിന് -3, -2, -1, 0, 1, 2 ഒരു വിലയും കൂടെ കൊടുക്കാം നമുക്ക്. 3. ഇത്രയും വിലകൾ ആർക്ക് കൊടുക്കുവാണ്? എക്സിന് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ബോക്സ് വരയ്ക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? നേരത്തെ എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനകത്ത്? ഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ. ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്വൈതേ, ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ x²+2 എന്ന് പറയുന്ന ഈ ഫംഗ്ഷനകത്ത് എക്സിന് -3 കൊടുത്താൽ എന്തുത്തരം വരും അദ്വൈതേ? അതായത് എഫ് ഓഫ് -3 എന്ത് വരും? അദ്വൈത -3യുടെ സ്ക്വയറെ പ്ലസ് 2. -3യുടെ സ്ക്വയർ എത്ര? 9 + 2 ഈക്വൽ 11 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെ മുകളിലാണോ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിനോട് 2 കൂട്ടുക. അപ്പോൾ അമൃതേ, എക്സിന് -2 കൊടുത്താൽ എന്ത് വരും അമൃതേ ഉത്തരം? -2ന്റെ സ്ക്വയർ 4, 4നോട് 2 കൂടെ കൂട്ടിയാൽ 6 വരും. ഓക്കെ. അടുത്തത് ആനന്ദേ, -1 കൊടുത്താലോ? -1ന്റെ സ്ക്വയർ 1, 1നോട് 2 കൂടെ കൂട്ടിയാൽ 3 കിട്ടും. ഓക്കെ. അനൂഷേ, 0 കൊടുത്താലോ? സീറോയുടെ സ്ക്വയർ 0, അതിനോട് 2 കൂടെ കൂട്ടിയാൽ 2 കിട്ടും. ഓക്കെ. അക്സേ, 1 കൊടുത്താലോ? എക്സിന് 1 കൊടുത്താൽ എന്ത് വരും അക്സേ? ദിയ ഷെറീഫ്, എക്സിന് 1 കൊടുത്താൽ എന്തോ കിട്ടും ഉത്തരം? 3. 1ന്റെ സ്ക്വയർ 1, 1നോട് 2 കൂടെ കൂട്ടിയാൽ 3 കിട്ടും. ഓക്കെ. ദിയ വിനോദ്, എക്സിന് 2 കൊടുത്താൽ എന്തോ കിട്ടും ഉത്തരം? ദിയ വിനോദ് ഇല്ല. ഇഷാൻ ചന്ദ്ര, എക്സിന് 2 കൊടുത്താൽ എന്ത് കിട്ടും ഉത്തരം? 2ന്റെ സ്ക്വയർ 4, 4നോട് 2 കൂടെ കൂട്ടിയാൽ 6. അടുത്തത് എക്സിന് 3 കൊടുത്താൽ എന്ത് കിട്ടും? ഹരിനന്ദേ, ആ 11. ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ ടേബിളിൽ നിന്ന് നമ്മൾ റേഞ്ച് എഴുതാൻ പോകും. നിങ്ങളൊന്ന് നോക്കിക്കേ,
ഇതിനകത്തിൽ എക്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വില എത്ര? എക്സിനല്ല, എഫ് ഓഫ് എക്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വില. ഈ രണ്ടാമത്തെ കോളം എഫ് ഓഫ് എക്സ് നോക്കിയാൽ 2 ഏറ്റവും കുറഞ്ഞ വില. പിന്നെ 2ൽ നിന്ന് വലത്തോട്ടും കൂടിക്കൂടി പോകുന്നു, ഇടത്തോട്ടും കൂടിക്കൂടി പോകുന്നു. അപ്പം എത്രയിൽ തുടങ്ങും? 2. അപ്പം 2 പറയുന്ന വില എടുക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന ഇൻ്റർവെല് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിരിക്കും. എന്ത് ഇൻ്റർവെല്ലാണ്? എന്ത് ഇൻ്റർവെല്ല? അപ്പം മുമ്പത്തെ കണക്കിനകത്തിൽ 2ൻ്റെ അവിടെ ഓപ്പൺ ഇൻ്റർവെൽ അല്ലേ വരച്ചത്? തൊട്ട് മുമ്പത്തെ കണക്കിനകത്ത്. അതെന്താ അങ്ങനെ എടുക്കാൻ കാരണം? അല്ല, അതുകൊണ്ടല്ല. അവിടെ 2 പറയുന്ന വില എടുക്കുന്നില്ല. 2നേക്കാൾ കുറഞ്ഞ വിലകളല്ലേ എടുക്കുന്നുള്ളൂ. 2 എടുക്കാത്തത് കൊണ്ടാണ് 2ൻ്റെ അവിടെ എന്ത് ഇൻ്റർവെൽ ഇട്ടത്? 2 എടുക്കാത്ത ഓപ്പൺ ഇൻ്റർവെൽ. ഇവിടെ 2 എടുക്കുന്നത് കൊണ്ട് 2ൻ്റെ അവിടെ എന്ത് ഇൻ്റർവെൽ ഇടണം? ക്ലോസ്ഡ്. ഇനി ബാക്കി അങ്ങോട്ട് കൂടിക്കൂടി പോവാ. എവിടം വരെ? 3, 6, 11 എന്നിങ്ങനെ കൂടിക്കൂടി പോവാണ്. എവിടം വരെ? ഇൻഫിനിറ്റി. അത് ഏത് ഇൻഫിനിറ്റി ആയാലും അവിടെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെലേ കൊടുക്കാവൂ. അത് -ഇൻഫിനിറ്റി ആയാലും ഓപ്പൺ ഇൻ്റർവെലേ കൊടുക്കാവൂ, +ഇൻഫിനിറ്റി ആയാലും ഓപ്പൺ ഇൻ്റർവെലേ കൊടുക്കാവൂ. പിടികിട്ടിയോ? ഹലോ, പിടികിട്ടിയോ? അപ്പോൾ എഴുതിയെടുത്താട്ടെ. എഴുതിയെടുത്ത് കഴിയുമ്പോൾ എന്നോട് പറയണം. അതിൻ്റെ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്, എക്സ് ഈസ് എ റിയൽ നമ്പർ. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്, എക്സ് ഈസ് എ റിയൽ നമ്പർ. എഴുതിയോ എല്ലാവരും? എഴുതിയോ? ഓക്കെ, ഒരു സെക്കൻഡ്. കാർത്തിക് രാജേ, ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിട്ട് കാർത്തിക് രാജിന് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പഠിച്ച വല്ല കാര്യവുമായിട്ട് വല്ല ഓർമ്മ തോന്നുന്നുണ്ടോ? കാർത്തിക് രാജിനോടാ ഒരു ഓർമ്മയും തോന്നില്ലേ? നോക്കിയിട്ട് പറയാനല്ല, പഠിച്ചത് ഓർമ്മയിൽ നിന്ന് പറയാനാ. മുഹമ്മദ് സയ്യിദിന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്. നവനീത് എഫ് ഓഫ് പറഞ്ഞോ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം അതേ എലമെൻ്റ് തന്നെ കിട്ടുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഇതെന്ത് ഫംഗ്ഷനാണ്? ഈ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്നും ഇതിൻ്റെ കോഡൊമൈൻ എന്താണെന്നും ഇതിൻ്റെ റേഞ്ച് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ എന്തുവാന്ന്? ഇല്ല. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ എന്താണെന്ന് വല്ല പിടുത്തമുണ്ടോ ആർക്കെങ്കിലും? R റിയൽ നമ്പർ സെറ്റാണ്. ഓക്കെ, അത്രയുള്ള എൻ്റെ ആൻസർ. എഴുതിയാട്ടെ.